SP അങ്കിളുടെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. 8 മണിക്ക് കാർ വരാന്ന് പറഞ്ഞിട്ട് എന്തേ വരാത്തെ? 9 മണിക്ക് വരാനാ സ്വാമിയങ്ങൾ എന്നോട് പറഞ്ഞത്. ഇനിയും 1/2 മണിക്കൂർ സമയമുണ്ട്. ഈ സാധാ ഡ്രൈവർമാരെ പോലെ എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ലെന്ന് സ്വാമിയങ്ങൾ പറഞ്ഞില്ലേ? ഓ, ഇത് നിങ്ങളുടെ നമ്പറായിരുന്നോ? ഞാൻ കരുതിയത് ഇന്നെങ്കിലും നിങ്ങൾക്ക് പകരം കൊള്ളാവുന്നൊരു ഡ്രൈവറെ അങ്കിൾ അറേഞ്ച് ചെയ്ത് കാണൂന്ന. പക്ഷെ അഹങ്കാരിയായ തന്നെയും തന്റെ ഫാമിലിയും കൊണ്ടാണ് കോട്ടയത്തേക്ക് പോകണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അഹങ്കാരിയാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. 8 മണിക്ക് പുറപ്പെടാന്നാ സ്വാമി അങ്കിൾ ഞങ്ങളോട് പറഞ്ഞത്. 9 മണിയെന്നാണ് ഞാൻ കേട്ടത്. എങ്കിൽ തന്റെ ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എന്റെ ചെവിക്ക് ഒരു തകരാറുമില്ല. സമയം മാറ്റി പറയുന്ന തന്റെ തലയ്ക്കാ തകരാറ്. എന്റെ തലയ്ക്ക് തകരാറുണ്ടെങ്കിലും ഇല്ലെങ്കിലും താൻ ഉടനെ ഇവിടെ എത്തണം. ഓഹോ, എങ്കിൽ ഞാനിതൊരു വെല്ലുവിളിയായിട്ട് കണക്കാക്കുന്നു. 10 മിനിറ്റിനകം ഞാൻ അവിടെ എത്തിയിരിക്കും. ഇൻഷുറൻസ് ഏജന്റിനെ കാണാതെ നിന്നെ ഞാൻ ഇവിടെ വിടത്തില്ല. സോറി, ഞാനൊരു 1/2 മണിക്കൂറിനകത്താം. താൻ 10 മിനിറ്റിനകം ഇവിടെ എത്തിയിരിക്കണം. നമുക്ക് വൈകുന്നേരം കണ്ടാ പോരെ? വൈകുന്നേരോ? ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് വീട്ടിലെത്തണം. ഇപ്പൊ തന്നെ എന്റെ കൂടെ വന്നേ പറ്റൂ. എടി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നെ എന്താ വിളിച്ചേ? എടീന്നോ? എടി പോടിന്നൊക്കെ താൻ വീട്ടിലുള്ളവരെ പോയി വിളിച്ചാ മതി. അയ്യോ, ഞാൻ തന്നെയല്ല, ഇവിടെയാണ് എടീന്ന് വിളിച്ചത്. താൻ കിടന്ന് ഉരുളൊന്നും വേണ്ട. സ്ത്രീകളോട് ഒരു ബഹുമാനം ഇല്ലാത്തവനാ താനെന്ന് എനിക്കറിയാം. എനിക്ക് ഇപ്പൊ തന്നെ പോയേ പറ്റൂ. എടി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. എടോ, തോന്നിയ ദിവസം പറയുന്നോ? ഞാൻ എന്താടോ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ല. അങ്ങനെ പറയല്ലേ. ലൈഫ് എന്ന് പറയുന്നത് പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാ. ഡേ, ഒന്ന് കോംപ്രമൈസ് ചെയ്യ്. ഓഹോ, അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ കോംപ്രമൈസോ? താൻ ആളൊട്ടും ശരിയല്ല. താനുമായിട്ട് ഒരു കോംപ്രമൈസിനും ഞാനില്ല. അയ്യോ, അത് ഞാൻ ഇവിടെ പറഞ്ഞതാ. എവിടെ പറഞ്ഞതായാലും തന്റെ കാർ ഇനി ഞങ്ങക്ക് വേണ്ട. അങ്ങനെ വേണ്ടെന്ന് വെക്കാനൊന്നും പറ്റില്ല. SP ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ട്രാവൽ ഏജൻസി എന്റേതാ, ഭാരത് ടൂർസ് ആൻഡ് ട്രാവൽസ്. വെറുതെ തള്ളി നിന്നെ ഞാൻ ചവിട്ടിക്കൊല്ലും. ഞാൻ ഒഫീഷ്യൽ ആണെന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. തന്റെ കയ്യിൽ എന്ത് തെളിവുണ്ടെങ്കിലും SP അങ്കിളിനോട് ഞാനൊരു വാക്ക് പറഞ്ഞ തന്റെ ട്രാവൽ ഏജൻസി എന്നെ അങ്കിൾ പൂട്ടിക്കും. അയ്യോ, ഞാൻ അതിവിടെ പറഞ്ഞതാ. കുറെ നേരായല്ലോ താൻ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ തുടങ്ങിയിട്ട്. മര്യാദക്ക് കാർ എടുത്ത് ഇങ്ങോട്ട് വാടോ. കുട്ടി ബഹളം വെക്കാതിരിക്കൂ, ഞാൻ ഉടനെ വരാം. ജസ്റ്റ് ഞാൻ അവിടെ എത്തുന്ന സമയം